ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ ക്രയോൺ ആർട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു ഗാർഡൻ വർക്ക് ചെയ്യുകയാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഇവിടുത്തെ ഗാർഡൻ എല്ലാം അങ്ങ് കൊളാപ്രേഷനായിട്ട് കിടക്കും കേട്ടോ. ഞാൻ കുറേ നാളായിട്ട് ഗാർഡനൊന്നും നോക്കാത്തത് കൊണ്ട് എല്ലാം അലങ്കോലമായിട്ട് കിടക്കും. അപ്പോൾ അതിന്ന് എന്താ കുറേശ്ശെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഗാർഡൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. വളരെ ശോകമാണ്, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. എല്ലാം ഒരുമാതിരി വൃത്തികേടായിട്ട് കിടക്കുകയാണ്. അപ്പം ഞാൻ 1-2 വർഷം മുമ്പ് അറേഞ്ച് ചെയ്ത് ഇട്ടതാണ് ഇങ്ങനെയൊക്കെ. പിന്നെ അതിനുശേഷം ഞാനങ്ങനെ നോക്കാതെയൊക്കെ ഇട്ടതാണ്, ഒരുമാതിരി കിടക്കുകയല്ല. അപ്പം നമുക്കിതെല്ലാം ഒന്ന് ഇളക്കി മാറ്റിയിട്ട് നല്ല രീതിയിലൊന്നും സെറ്റ് ചെയ്തെടുക്കണം. കുറേ നാളുകൊണ്ട് ഞാൻ വിചാരിക്കുന്നതാണ്, ഒന്ന് ടൈം കിട്ടാത്തത് കാരണം എല്ലാം ഇങ്ങനെ ഇട്ടേക്കുവാണ്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന സാധനങ്ങളെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. അതാണ്ട് ഈ ചട്ടികളും അതുപോലെ തന്നെ ഈ മുളയും ഒക്കെ നമ്മൾ റെഡിയാക്കി എടുത്തതാണ്. അപ്പോൾ ഈ താഴെ കാണുന്ന പച്ചപ്പെന്ന് പറയുന്നത് നമ്മുടെ ടർട്ടിൽ വൈനാണ്. അപ്പോൾ ഞാൻ അന്ന് ജസ്റ്റ് ഇങ്ങനെ പടർത്തി ഇട്ടതാണ് അതെല്ലാം. അപ്പോൾ അതെല്ലാം ഒരുപാട് കാട് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കെല്ലാം ഇതേപോലെ കളകളൊക്കെ പിടിച്ച് വൃത്തികേടായി കിടക്കുകയാണ്. അപ്പോൾ എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം. കുറേ നാളത്തെ വിചാരം അതൊന്ന് റെഡിയാക്കണമെന്ന്. ഇപ്പോഴാണ് ടൈം കിട്ടിയത്. ഇതൊരു മരത്തിൻ്റെ വേരാണ്. അപ്പോൾ അന്ന് ജസ്റ്റ് ഞാനൊരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ മണി പ്ലാന്റൊക്കെ വളർത്തി ഒന്ന് റെഡിയാക്കിയൊക്കെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇതൊന്ന് പെയിൻറ്റ് ചെയ്യണം. നമുക്ക് കുറച്ച് റെഡ് കളറൊക്കെ ഒന്ന് അടിച്ച് ആദ്യം ഒന്ന് ഭംഗിയാക്കി എടുക്കാം. ഇതിന് റെഡ് കളർ അടിച്ചതിന് ശേഷം ബാക്കി കളറൊക്കെ നമുക്ക് പുറമേ കൊടുക്കാം. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊന്ന് റെഡ് കളർ ചെയ്തെടുക്കാം ഇതെല്ലാം. ഇനി കുറച്ച് മഞ്ഞ കളറൂടെ കൊടുത്ത് കുറച്ചുകൂടെയൊക്കെ ഒന്ന് ഭംഗിയാക്കി എടുക്കാമായിരുന്നല്ലേ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതേപോലെ കുറച്ച് മഞ്ഞ കളറും ചുവപ്പും മഞ്ഞയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു ഭംഗിയാവും. ഇനി കുറച്ച് കറുത്ത കളറും കൂടെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കൊടുത്ത് ഒന്നുകൂടെ ഒരു നല്ലൊരു മരത്തിൻ്റെ ഒരു ഫീല് നമുക്ക് ഇതിന് തോന്നിച്ചെടുക്കാം. അവസാനം നമുക്ക് ദാണ്ട ഈ ഒരു രീതിയിൽ കിട്ടും. നമ്മൾ കുറച്ച് പ്ലാസ്റ്റിക് കുപ്പി എടുത്തിട്ടുണ്ട്. ഈ പ്ലാസ്റ്റിക് കുപ്പികളുടെ അടിഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. കണ്ട ഇതുപോലെ പോകുന്ന കുപ്പികളെടുത്തിട്ട് ഇതിൻ്റെ അടിഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട്, ഒരുപാട് കുപ്പി വേണം, കുറച്ച് കുപ്പി പോരാ, ഒരുപാട് കുപ്പി വേണം. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം. ഒരുപോലുള്ള കുപ്പി എടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. പക്ഷെ എനിക്കങ്ങനെ ഒരുപോലുള്ള കുപ്പികളൊന്നും കിട്ടിയിട്ടില്ല. ഇനി നമുക്ക് ഈ പ്ലാസ്റ്റിക് കോപ്പി കൊണ്ട് ഇതിനൊരു ബോർഡർ സെറ്റ് ചെയ്യാം.
നമ്മൾ പ്ലാസ്റ്റിക് കുപ്പി ഉപയോഗിച്ച് അതിൻ്റെ ബോർഡർ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് പെയിൻറ്റ് ചെയ്യണം. അപ്പോൾ മഴ ആയത് കാരണം ഒരു ദിവസം കൊണ്ട് വീഡിയോസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ അടുത്ത ദിവസങ്ങളിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ബോർഡർ ആ പ്ലാസ്റ്റിക് കുപ്പികളിൽ പെയിൻറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ കറുപ്പും വെള്ളയും പെയിൻറ്റ് ഇടകലർത്തിയാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് പെയിൻറ്റിലോട്ട് വരാം. അപ്പം നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ടുള്ള ബോർഡറെല്ലാം ഇവിടെ സെറ്റായിട്ടുണ്ട്. നമ്മൾ പെയിൻ്റൊക്കെ ചെയ്തുകൊണ്ട് ഓരോ ബോട്ടിലിനും ബ്ലാക്കും വൈറ്റും ഒക്കെ കൊടുത്ത് ഒന്ന് ഭംഗിയാക്കി നമ്മൾ കണ്ട ഈ ഒരു രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. ഈ മുളയുടെ രൂപത്തിൽ സെറ്റ് ചെയ്തതൊക്കെ നമ്മൾ മഴ പെയ്തപ്പോൾ എടുത്ത് ഇതിനകത്തോട്ട് വെച്ചതാണ്. അത് ജസ്റ്റ് അവിടെ ഒന്നും അല്ല വെക്കുന്നത്. ഇനി നമുക്ക് താണ്ട ഈ ചട്ടി വെച്ചിരിക്കുന്ന സ്റ്റാൻഡൊക്കെ ജസ്റ്റ് വേറൊരു കളർ കൊടുത്തത്, അതായത് ബ്ലൂ കളറൊക്കെ കൊടുത്ത് നമുക്ക് ഒന്ന് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിനുള്ളിൽ എന്താ ഈ ടർട്ടിൽ വൈനൊക്കെ കുറച്ച് ഭാഗമൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതുപോലെ ചെടികളൊക്കെ ഒന്ന് വയ്ക്കാം. ഒരുപാട് ചെടികളല്ല, ഇടയ്ക്ക് നമുക്ക് 1-2 ചെടികളൊക്കെ ഒന്ന് വയ്ക്കാം. ഇനി ആ ചെടി വെച്ച ഭാഗത്തിന് ചുറ്റുമുള്ള ടർട്ടിൽ വൈന് കുറച്ച് ഭാഗമൊക്കെ നിന്ന് മാറ്റിയിട്ട് അവിടെ ഞാൻ കുറച്ച് മെറ്റൽ ഇടാനുള്ള പ്ലാനാണ്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് പ്ലാസ്റ്റിക് കവറൊക്കെ എല്ലാം ഉണ്ടെങ്കിൽ അവിടെ കുറച്ച് പ്ലാസ്റ്റിക് കവറൊക്കെ ഇട്ടിട്ട് നമുക്ക് കുറച്ച് മെറ്റലൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പം ഒരു ഭംഗിയാണ്. ഇനി 1-2 ചെടിയും കൂടെ വെക്കാനുള്ള പ്ലാനുണ്ട്. ഇവിടെ ഒരു ഭാഗത്ത് ഒരു ചെടിയും അതുപോലെ തന്നെ ഈ ഭാഗത്തും കൂടെ ഒരു ചെടിയും കൂടെ വെച്ചിട്ടുണ്ട്. അതിന് ചുറ്റും നമുക്ക് ചരലിടാം. ഇതുപോലെ പ്ലാസ്റ്റിക് കവറൊക്കെ വെച്ച് ഇനി നമ്മുടെ ചരലിടാം. മുമ്പ് നമുക്ക് മെറ്റലാണ് ഇട്ടത്, ഇനി നമുക്കിവിടെ ചരലിടാം. ഇനി അടുത്ത പണി എന്ന് പറയുന്നത് ഇതുപോലെ ഈ കുപ്പിക്കുള്ളിലെല്ലാം മണ്ണ് നിറയ്ക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ മണ്ണ് എടുത്തിട്ടുണ്ട്. ഈ മണ്ണ് കൊണ്ട് നമുക്ക് ഈ കുപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് മണ്ണ് നിറയ്ക്കാം. മണ്ണ് നിറച്ച് ഇതിനകത്ത് ചെടികൾ നടാനുള്ള പ്ലാനാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ ബോർഡർ ഗ്രാസ്
നടാനുള്ള പ്ലാനാണ്. ആദ്യം ഞാൻ ഈ കുപ്പിക്കുള്ളിലെല്ലാം മണ്ണ് നിറയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫൈനൽ സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ്. ഇനി ദാണ്ട അതിൻ്റെ പുറം ഭാഗത്തൊക്കെ നമുക്ക് കുറച്ച് ചരൽ കുറവുണ്ട്. അവിടെ നമുക്ക് കുറച്ച് ചരലൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ആക്രി ഗാർഡൻ ഇവിടെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി അമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഗാർഡൻ്റെ ഈ ചെടികൾ വളർന്നതിന് ശേഷമുള്ള അപ്ഡേഷൻ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ ഐറ്റംസുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.